രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ വ്യാപക പ്രതിഷേധം. ഡിവൈഎഫ്ഐ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, മഹിളാ മോർച്ച തുടങ്ങിയ സംഘടനകൾ പാലക്കാട് എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാഹുലിനെ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച കൊച്ചിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വി.ഡി. സതീശന്റെ കോലം കത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാലക്കാട്ടെ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്നു. രാഹുലിനെ പരിഹസിക്കാനായി കോഴികളെ ഉയർത്തിപ്പിടിച്ചാണ് മഹിളാ മോർച്ച പ്രതിഷേധിച്ചത്. എംഎൽഎ ബോർഡിൽ കോഴിയെ കെട്ടിത്തൂക്കി. എംഎൽഎ ഓഫീസിലേക്കുള്ള സൂചനാ ബോർഡിൽ മഹിളാ മോർച്ചയും ഡിവൈഎഫ്ഐയും കരിയോയിൽ ഒഴിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാലക്കാട് നഗരത്തിൽ എബിവിപി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. അടൂരിലെ രാഹുലിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. എഐവൈഎഫ് പ്രവർത്തകരും അടൂരിലെ രാഹുലിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. രാഹുലിനെ വി.ഡി. സതീശൻ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. വയനാട് കൽപ്പറ്റയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു. എറണാകുളം മേനക ജംഗ്ഷനിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ കോലം കത്തിച്ചു. വി.ഡി. സതീഷിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. എംഎൽഎ ബോർഡ് തകർത്തു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നാളെ നടക്കുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ രാഹുൽ മാങ്കൂട്ടത്തിന് കത്ത് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 പാലക്കാട്.